മൃതദേഹം ആരുടേതാണെന്ന സംശയത്തിന് ഉത്തരം ലഭിച്ചു. അത് രമേശൻ്റെ തന്നെ ആയിരുന്നു. പക്ഷേ അത് അന്വേഷണത്തിൻ്റെ അവസാനമല്ല, മറിച്ച് പുതിയൊരു തുടക്കമാണ്. വനത്തിൽ നിന്നും രക്ഷപ്പെട്ട നന്ദൻ എവിടേക്കാണ് പോയത്? അയാളെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ മറ്റൊരാളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സംശയം ശക്തമാകുന്നു. അതാരായിരിക്കും? നമുക്ക് കേട്ടു നോക്കാം. കൊലയാളി 101-ാം ഭാഗം. ഒന്നാമത്തെ നമ്പർ ഇട്ടുകൊടുത്ത ഫോട്ടോ ആരുടേത് എന്നായിരുന്നു സംഘത്തിലെ ബാക്കിയുള്ളവർക്കും അറിയാൻ വയ്യാത്തത്. അക്കാര്യം അറിയാവുന്ന ഒരേ ഒരാൾ മാത്രം, അത് ജീവൻ ജോസ് ആയിരുന്നു. അദ്ദേഹം പറയുന്ന മറുപടി കേൾക്കാൻ ആകാംക്ഷയോടെ സംഘത്തിലെ ബാക്കിയുള്ളവരെല്ലാവരും ജീവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും തണ്ടർ ബോൾട്ടിൻ്റെ ഇൻസ്പെക്ടർ ബാലകൃഷ്ണനിൽ നിന്നും ജീവൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ കൂടി വന്നു. കൂടെയുള്ളവരോട് സംസാരിക്കരുത് എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിന് ശേഷം ജീവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ബാലകൃഷ്ണൻ പറഞ്ഞു, ഇന്ന് വെടികൊണ്ട് കൊല്ലപ്പെട്ടവൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു പ്രശ്നം കൂടി ഉണ്ട് സാർ. ഞാനത് അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. തന്നെയുമല്ല, വൈകിയാണ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അതിന് എനിക്ക് ലഭിച്ചത്. തിരിച്ചറിയാൻ ആ മാർഗം കൂടി നമുക്ക് ഉപയോഗിക്കാം എന്ന് തോന്നുന്നു. കൊല്ലപ്പെട്ടയാളിൻ്റെ ഒരു കാലിന് നീളം കുറവാണെന്നും അതേ കാലിൽ തന്നെ ധാരാളം പരിക്കുകളുടെ അടയാളങ്ങൾ ഉണ്ടെന്നുമാണ് ബാലകൃഷ്ണൻ ജീവൻ ജോസിനെ വിളിച്ചു പറഞ്ഞത്. അതോടെ തണ്ടർ ബോൾട്ടിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആരാണ് എന്ന സംശയത്തിന് അവസാനമായി. അത് രമേശനാണ് എന്ന കാര്യം ജീവൻ ജോസിന് തീർച്ചയായി. ആ വിവരം അപ്പോൾ തന്നെ അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. രമേശൻ കൊല്ലപ്പെടേണ്ടായിരുന്നു അല്ലേ സാർ? അവനൊരു പാവമല്ലേ? ഇത്രമാത്രം കഷ്ടപ്പാടുകളെല്ലാം സഹിക്കേണ്ടി വന്നിട്ടും അവസാനം ഈ സമൂഹത്തിൻ്റെ കയ്യിൽ നിന്നും വെടിയേറ്റ് മരിക്കാനാണല്ലോ ആ പാവത്തിന് യോഗമുണ്ടായിരുന്നത്. നമ്മൾ അവന് വേണ്ടി പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളുടെ തിയറി പ്രകാരം നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. പ്രതികാരം ചെയ്യാൻ രമേശന് മറ്റു മാർഗങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. അവൻ്റെ ശത്രുക്കളുടെ ജീവന് നേരെ ഭീഷണി ഉയർത്തിയപ്പോൾ അല്ലേ അത് കുറ്റകരമായത്? അല്പം കൂടി ബുദ്ധിപൂർവം ചിന്തിച്ച് എതിരാളികളെ തറപറ്റിക്കാമായിരുന്നില്ലേ? ഉമ്മച്ചൻ്റെ വ്യവസായ സാമ്രാജ്യത്തിനെതിരെയോ സ്വത്തുക്കൾക്കെതിരെയോ ആയിരുന്നു അയാൾ ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ അവൻ ഇപ്പോൾ കൊല്ലപ്പെടില്ലായിരുന്നല്ലോ. അതും ശരിയാണല്ലോ. പ്രതികാരം ചെയ്യാൻ വേറെയും മാർഗങ്ങളില്ലേ? പക്ഷേ അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഓരോരുത്തർക്കും തോന്നുക കൂടി വേണമല്ലോ. പ്രതികാരത്തിന് തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളും പ്രധാനമാണ്. വനത്തിൽ വെച്ച് ജോയി കണ്ട രണ്ടുപേരിൽ ഒരാൾ രമേശനും ഒരാൾ നന്ദനുമല്ലേ? അവർ രണ്ടുപേരുടെയും കാര്യം ഏതാണ്ട് ഒരുപോലെ തന്നെയല്ലേ? അവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ക്രിമിനലുകളല്ല. അവരെ സമൂഹം ക്രിമിനലുകളാക്കി മാറ്റിയതാണ്. അങ്ങനെ മാറ്റിയവരെ തന്നെയാണ് അവർ ഇല്ലായ്മ ചെയ്തതും. അതുകൊണ്ട് മാത്രം അവർ ചെയ്തത് തെറ്റല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. നിയമത്തിന് മുന്നിൽ അവർ കുറ്റക്കാർ തന്നെ. അവരുടെ മനസാക്ഷിക്ക് മുൻപിൽ എന്തു തന്നെയാണെങ്കിലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറ്റവാളികളായി മാത്രമേ കാണാൻ കഴിയൂ. എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അവരെ പിടിച്ച് നിയമത്തിന് മുൻപിൽ എത്തിക്കുകയും വേണമായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള ഒരേ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ആളെയെങ്കിലും മരണത്തിന് വിട്ടുകൊടുക്കാതെ
നിയമത്തിന് മുൻപിൽ ഹാജരാക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമായിരുന്നു. അതുപോലെ തന്നെ ഒരു വിജയവും. രമേശൻ്റെ കാര്യം അങ്ങനെ തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ നന്ദൻ എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കുന്നതിലാണ്. അതിനും നമുക്ക് ജോയിയുടെ സഹായം തേടുന്നത് നന്നായിരിക്കും. ഇപ്രാവശ്യം ജോയിയെ തനിയെ നിയോഗിക്കാതെ നമ്മളിൽ ആരെങ്കിലും ഒരാൾ കൂടി കൂടെ പോകുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജോയിക്ക് തണ്ടർ ബോൾട്ടുകാരെയോ ഫോറസ്റ്റുകാരെയോ ഭയപ്പെടാതെ വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കഴിയും. വനത്തിൽ പോയുള്ള പരിചയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 4 പേരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. നമുക്കാർക്കും തന്നെ മുൻപരിചയമില്ല. അതുകൊണ്ട് ആരെ ഏൽപ്പിച്ചാലും ഒരുപോലെ തന്നെ ഇരിക്കും. ജീവൻ സാറ് തന്നെ ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. അതിനു മുൻപ് ജോയിയെ കണ്ട് അയാളുടെ സാഹചര്യം കൂടി അറിയണ്ടേ? അതായിരിക്കില്ലേ നല്ലത്? അതൊരു നല്ല നിർദ്ദേശമാണല്ലോ. ജോയി ആണെങ്കിൽ പകുതി കാലം നാട്ടിലും ബാക്കി കാലം കാട്ടിലുമായി ജീവിക്കുന്നയാളാണ്. കുറേ ദിവസമായി കാണും ഒന്നിനെയും വെടിവെക്കാതെയും പിടിക്കാതെയുമായിട്ട് കഴിയുന്നത്. അപ്പോൾ പിന്നെ തൻ്റെ പക്കൽ നിന്നും ഒന്ന് മാറി നിന്ന് കിട്ടിയ നേരത്ത് കാട്ടിൽ കയറിയെങ്കിൽ പിന്നെ ഇറങ്ങി വരുവോളം കാത്തുനിൽപ്പ് മാത്രമേ നടക്കുകയുള്ളൂ. സമയം കളയാനില്ല താനും. അതുകൊണ്ട് അവർ എത്രയും വേഗം തന്നെ കാട്ടു ജോയിയുടെ വീട്ടിലേക്ക് പോയി. എന്തു പ്രതീക്ഷിച്ചിരുന്നോ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ജോയി വീട്ടിൽ കാണുമെന്ന് കരുതിയാണല്ലോ അവർ പോയത്. അങ്ങനെയാണല്ലോ പ്രതീക്ഷിക്കേണ്ടത്. ചെല്ലുമ്പോൾ തന്നെ കാര്യം പറയാമെന്നും എത്രയും വേഗം തന്നെ സ്ഥലം കണ്ടുപിടിക്കാമെന്നും കരുതി അവർ അവിടെ വരെ എത്തി. വീട്ടിൽ ചെന്ന് വിളിച്ചപ്പോൾ ജോയിയുടെ ഭാര്യ അന്നമ്മയാണ് പുറത്തേക്ക് വന്നത്. അതിയാനിവിടെ ഇല്ല, കാട്ടിൽ നഞ്ചിനു പോയിരിക്കുകയാണ്. 2 ദിവസം കഴിയും മിക്കവാറും വരാൻ. ഇന്നലെയാണെന്നേ പോയത്. ആറിൻ്റെ വനത്തിലുള്ള ഭാഗത്ത് ധാരാളം മത്സ്യങ്ങളുണ്ടെന്നും അതിനെ പിടിക്കാനുള്ള വഴി അറിയാമെന്നും ഒക്കെ ജോയി ഒരിക്കൽ ജീവനോട് പറഞ്ഞതോർമ്മയുണ്ട്. എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ജീവൻ ജോസിന് അത്രയൊന്നും വിവരം കിട്ടിയില്ല. അയാളുടെ അറിവിലുള്ളത് തോട്ട പൊട്ടിച്ചും കരണ്ടടിപ്പിച്ചും മറ്റുമായി മീൻ പിടിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ചു മാത്രമേ പിടിക്കാൻ കഴിയുകയുള്ളൂ. നഞ്ചിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ചേടത്തിയോട് ചോദിച്ചാൽ എന്തെങ്കിലും വിവരം കിട്ടുമോ ആവോ? ആരാണെന്നറിയാതെ ഒന്നും തുറന്നു പറയാൻ സാധ്യതയില്ല. ഞങ്ങൾ പോലീസിൽ നിന്നാണ്. ഞങ്ങൾക്ക് ജോയി ചേട്ടൻ അത്യാവശ്യ സഹായങ്ങൾ ചെയ്യാറുള്ളതാണ്. ഈ അടുത്ത ദിവസം വനത്തിലൊരു കാര്യത്തിന് പോയതുപോലും എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയാളെ പിടിക്കാനോ ഉപദ്രവിക്കാനോ വന്നതല്ല. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ജോയി സാധാരണ തിരിച്ചു വരിക? അതങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. മീൻ കിട്ടുന്നതനുസരിച്ചിരിക്കും. ചിലപ്പോൾ 3-ാം പൊക്കം തിരിച്ചു വരും. ചിലപ്പോൾ അത് 4ഉം 5ഉമൊക്കെ ആയി എന്നും ഇരിക്കും. ഇന്നലെ വൈകിട്ട് വന്നപ്പോഴേ കൂട്ടുകാരൊക്കെ കൂടി തിരിച്ചു പോയതാണ്. ജോയിയുടെ തന്നെ പരിചയക്കാരായ 1-2 പേരെ കൂടി ജീവൻ ജോസിന് അറിയാമായിരുന്നു. അവരും ആ കൂടെ തന്നെ നഞ്ചിന് പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ജോയിക്ക് വേണ്ടി കാത്തു നിന്നിട്ട് കാര്യമില്ല. തൽക്കാലം രമേശൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം എങ്ങനെയായി എന്നറിയാൻ വേണ്ടി പോകാം. അയാൾക്ക് ബന്ധുക്കളായി ആരുമുള്ളതായി അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ആരും ഉണ്ടാവുകയില്ലല്ലോ. നമുക്ക് ആരെയെങ്കിലും ഒരാളെ അതിനുവേണ്ടി ഏർപ്പാടാക്കണം. നേരിട്ട് നമ്മൾക്ക് കഴിയുമായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മളെ നിരീക്ഷിക്കാനുള്ള ആളുകൾ അവിടെ കാണുമല്ലോ. അപ്പോൾ പിന്നെ
മൃതസംസ്കാരത്തിന് നമ്മളും കൂടി പോയാൽ അത്രയും നല്ലതല്ലേ? രമേശനെ വെറുമൊരു കുറ്റവാളി മാത്രമായി അവരാരും കാണുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ കാണുകയാണെങ്കിൽ മൃതസംസ്കാരത്തിന് പോകേണ്ട കാര്യമുള്ളതല്ല. വെറുമൊരു കുറ്റവാളിയായി രമേശനെ കാണാൻ അവരുടെ മനസ്സ് അനുവദിക്കുകയുമില്ല. പക്ഷേ ഒന്നും മനസ്സിൽ കാണാതെ അവരാരും ഒന്നിനും ഇറങ്ങുകയുമില്ല. അവർ ആ ചടങ്ങിന് പോകുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ എന്തോ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. സ്വന്തം സംഘത്തിലുള്ളവരോട് പോലും ജീവൻ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. അവിടെ ആരോ ഒരാളുടെ സാന്നിധ്യം അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളിതുവരെയും പ്രതികളുടെ പട്ടികയിലോ സംശയിക്കുന്നവരുടെ പട്ടികയിലോ പോലും പെടാത്ത ഒരാൾ മറവിൽ നിൽക്കുന്നുണ്ട് എന്ന് തോന്നി തുടങ്ങിയിട്ട് കുറച്ചു നാളായി. തെളിവായി യാതൊന്നും കിട്ടാതെ കൂട്ടുകാർക്കിടയിൽ പോലും ചർച്ച ചെയ്യാൻ മടിയായതുകൊണ്ട് മാത്രം ജീവൻ മൗനം അവലംബിക്കുന്നതാണ്. മാത്രവുമല്ല, ആ ഒരാളുടെ സാന്നിധ്യം രമേശൻ്റെ മൃതസംസ്കാര ചടങ്ങിൽ മിക്കവാറും ഉണ്ടാവുകയും ചെയ്യും. അതാരായിരിക്കും ആ അജ്ഞാതൻ? നമുക്കിപ്പോൾ അതിനെപ്പറ്റി സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കാരണം സംഘത്തിലുള്ളവർക്ക് പോലും അതിനെപ്പറ്റി അറിയില്ലല്ലോ. രമേശൻ്റെ മരണത്തിനു പിന്നിലെ സത്യങ്ങൾ വ്യക്തമായി. എന്നാൽ അന്വേഷണം അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. നന്ദനും കൂടി എങ്കിലും കാണപ്പെടണ്ടേ? അതിനിടയിലാണ് ഒരു അജ്ഞാതനെക്കുറിച്ചുള്ള ഒരു സൂചന. ഒരുപക്ഷെ അവിടെയായിരിക്കും കൊലയാളിയെക്കുറിച്ചുള്ള വലിയ രഹസ്യം പുറത്തു വരുന്നത്. അതാരായിരിക്കും? നമുക്കറിയാം അടുത്ത ഭാഗങ്ങളിൽ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരാം കേട്ടോ.